കുറച്ച് പണി കിട്ടിയ ദിവസമാണ് ഗൈസ്. പണി ഞാൻ വഴിയെ പറഞ്ഞുതരാം. ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽമെന്റ് ചെയ്യട്ടെ. പെട്ടെന്ന് എപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ ഇന്ന് രാവിലത്തെ വ്ലോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. സോ സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ്. കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, അതേപോലത്തെ പണികളുമുണ്ട്. നമ്മുടെ ലൈഫിൽ പണികളില്ലാണ്ട് എന്ത് ചെയ്യും അല്ലേ ഗൈസ്? ഇതൊക്കെയാണ് ഓട്ടോ വെയിറ്റിംഗ് ആണ് ആക്ച്വലി. ചെക്കിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇന്നത്തെ പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ പ്രത്യേകിച്ച് പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ടൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് വേണ്ടി കൊടുക്കണം. പിന്നെ അല്ലാതെ ചില്ലറ കുറച്ച് പരിപാടികളുണ്ട്. അത് വീട്ടിൽ പറയാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം. അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. ആക്ച്വലി ഇന്നായിരുന്നു ഞാൻ ഇവിടെ നിന്ന് തിരിക്കണം എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാനത് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തെറുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നും കൂടി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ റൂമിൽ എന്തെങ്കിലും ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഒറ്റ ദിവസമാണല്ലോ അതിൻ്റെ പരിപാടി എന്ന് വിചാരിച്ച് ഒറ്റ ദിവസത്തേക്ക് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എക്സ്റ്റെൻഡ് കൊടുക്കാൻ എനിക്ക് താല്പര്യം തോന്നില്ല. വേറെ റൂം എടുക്കാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് റൂമിലാണുള്ളത്. നല്ലൊരു ഗുഡ് സ്മെൽ. നമ്മളെ റെയിൽവേ സ്റ്റേഷനെ തൊട്ടടുത്താണ് റൂമുള്ളത്. പിന്നെ ഇവിടുത്തെ വ്യൂ ഓക്കെ അഡ്ജസ്റ്റബിൾ. ഞാൻ കാണിച്ചു തരാം. ഞാൻ വെളുത്തു പോയി. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഒരു കുളമാണെന്ന് തോന്നുന്നു. ഇപ്പുറത്ത് കുറെ വാഴകൾ, പിന്നെ അപ്പുറത്ത് കുറെ മരങ്ങൾ, പിന്നെ അപ്പുറത്ത് കുറച്ച് ബിൽഡിങ്സ്. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. നമുക്ക് ജനൽ ഫുള്ള് തുറന്നിട്ടാൽ പിന്നെ അവിടെ ഒരു ഫ്ലാറ്റും അപ്പാർട്ട്മെന്റും എന്തോ ഉണ്ട്. പിന്നെ ഇതാണ് വ്യൂ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് റൂമിന്റെ കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഇപ്പം ലാൻഡ് ചെയ്തതേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ തന്നെ നമുക്ക് ഇറങ്ങണം. സോ ബൈ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്റെ പ്ലാനിങ് ഒന്നും എനിക്ക് നടന്നില്ല. ഒരൊറ്റ റീസണേ ഉള്ളൂ അതിന്. ആ റീസൺ എന്താണെന്ന് വെച്ചാല് ഇന്നലെ ഞാനൊരു വണ്ടി റെന്റിനെടുത്തായിരുന്നു ഗൈസ്. എന്റെ ലൈഫിൽ ഞാൻ നിൽക്കട്ടെ വരാം ഗൈസ്. അപ്പൊ ഞാനിപ്പോ ഉള്ളത് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തീർന്നതിന് ശേഷം ഈ സ്ഥലത്തിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ പ്ലാനിങ് ഒന്നും നടന്നില്ല. ഇന്നലെ ഞാൻ ഒരു വണ്ടി റെന്റിനെടുത്തായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് പോയിട്ട് വണ്ടിയൊക്കെ റെന്റിനെടുത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ കറങ്ങാം. അതാണ് വണ്ടി. കാണുന്നുണ്ടോ? ക്ലാരിറ്റി കുറവുണ്ട്. ബിക്കോസ് ഞാൻ സിനിമാറ്റിക് മോഡിലാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് കാരണം ഇന്ന് 4 മണിക്ക് എനിക്ക് റിട്ടേൺ ചെയ്യണം. ഒറ്റ ദിവസത്തേക്ക് അടുത്ത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്ലാനൊക്കെ മുടങ്ങി. ഒരു ദിവസം സ്റ്റേ അടിച്ചിട്ട് കാണിച്ചിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്. പക്ഷേ പ്ലാനിങ് ഒക്കെ കുളമായി. ഇതുകൊണ്ടാണ് ഞാൻ പുതിയ പ്ലാനൊന്നും എടുക്കാത്തത്.
നമ്മുടെ ഹിബ എന്ന് തിരിയുന്നത് പ്രമാണിച്ചിട്ട് ഹിബാനെ നമ്മൾ കൊണ്ട് ഹോസ്റ്റലാക്കാൻ പോവാണ്. ഹായ്, ഞാൻ പോവാണ് ഗൈസ്. സോ എക്സൈറ്റഡ് അല്ലേ ഹോസ്റ്റലിൽ പോവാൻ? ഉറപ്പായിട്ടും. എന്തൊക്കെ പഠിക്കണം, എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ അതെ, അതെ, അതെ. ഒന്നുമില്ല, ഇനി നല്ല കുട്ടിയായിട്ട് പഠിക്കാൻ പോകണം നമ്മൾ ഹിബ. അമ്മയും ഹിബാനെ കൊണ്ടാക്കാൻ പോകണം ഗൈസ്. വീണ്ടും വീണ്ടും ഞാനത് പറയും. യെസ്, ഹിബാനെ കൊണ്ടാക്കാനായിട്ട് ഞാനുണ്ട്, ഹിബയുടെ അനിയനുണ്ട്. നോക്കൂ ഇങ്ങോട്ട്, ഇങ്ങോട്ട് നോക്കൂ, ഒരു ഹായ് പറയൂ. കുട്ടി ആദ്യമായിട്ടാണ് നമ്മളെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. ഹിബ പിന്നെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടല്ലോ ഹിബ? അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പേടിയില്ലാത്ത കൈ. സോ നമുക്ക് എന്തായാലും ഹോസ്റ്റലിൽ എത്തിയിട്ട് കാണാം. ഹോസ്റ്റലൊക്കെ വരാനോ? അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഹോസ്റ്റലൊക്കെ കണ്ടിട്ട് വരാം. കറന്റ്ലി നമ്മളൊരു കാട്ടിന്റെ ഉള്ളിലാണുള്ളത്. വൈറ്റില് കാടാണ്. കണ്ടോ ഇവിടെ ബാമ്പു കാടാണ്. കാട്ടില് ചായ കുടിക്കുക, കോഫി കുടിക്കുക. ഹിബ എന്താ തോന്നുന്നു? ഒരു അടിപൊളി റെസ്റ്റോറന്റിലാണ് നമ്മളിപ്പോ വന്നിട്ട്. അതെ, കാട്ടിന്റെ ഉള്ളിലാണ്. കുഴപ്പമില്ല, അതുകൊണ്ടല്ല. എന്തായാലും ഇവൾ ജയിലിന്റെ ഉള്ളിൽ അകപ്പെടാൻ പോകുമ്പോ ലാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പോവാണ് ഗൈസ്, അല്ലേ? ഇത് തൊട്ട് ഹോസ്റ്റൽ കുട്ടികൾ, ഹോസ്റ്റൽ ലൈഫ് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്ത് തോന്നുന്നു ഹോസ്റ്റലിലോട്ട് പോകുന്നതിനെ കുറിച്ച്? തോന്നുന്ന പോലെ തന്നെ ജയിലിലേക്ക് പോവാണ് ഗൈസ്. അതെ, ഇറങ്ങലൊക്കെ സ്റ്റോപ്പ് ആയി. പഠിക്കുക, കൊണ്ടുകൊണ്ട് പഠിക്കുക, കഴിക്കുക, ഉറങ്ങുക. അതന്നെ നീ നല്ല കുട്ടിയാണ്. അതന്നെ ഇവ അല്ലെങ്കിൽ നല്ല കുട്ടിയല്ലേ ഇവ? നല്ല കുട്ടിയ. അപ്പൊ ഞാൻ ഇവിടത്തെ അവസ്ഥകൾ ഏകദേശം സമയം 7 മണി ആവാറിട്ട്. അപ്പൊ എന്തായാലും കാണാം. ഞാൻ പോവാണ് ഗൈസ്. വീഡിയോയിൽ ഉണ്ടാവോന്ന് അറിയില്ല. അതെ അതെ, ഓൾ ദ ബെസ്റ്റ്. പഠിച്ച് നന്നായി വരൂ. ടാറ്റാ. താങ്ക് യു. ബൈ. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം.